The power of the mind is like the rays of the sun. When they are concentrated, they illumine. Hi, hello, welcome. This is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. Yes, the first question goes like this. Name the kid who sets new world record with unique memory. Unique memoryയുമായിട്ട് റീസെൻ്റ് ആയിട്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റിയ ആ കുട്ടി കിഡ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, റീസെൻ്റ് ആയിട്ട് കുഞ്ഞു കുട്ടികളാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ കയറി പറ്റുന്നത്. സോ ആ നിരയിൽ ഇപ്പോൾ കയറി പറ്റിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റിയ ആ കുട്ടി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 5 വയസ്സുള്ള പൂനെ ബേസ്ഡ് പ്രേഷ ഖെമാനിയാണ് റീസെൻ്റ് ആയിട്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റിയത്. സോ എന്തിനാണ് കയറി പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 രാജ്യങ്ങളും അതിൻ്റെ ക്യാപിറ്റൽസും മാത്രമല്ല അവരുടെ ഫ്ലാഗ്സും ഐഡൻറ്റിഫൈ ചെയ്തതിനാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി പറ്റിയത്. യെസ്, എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വയസ്സേ ഉള്ളൂ എന്ന് മാത്രമല്ല 4.17 സെക്കൻഡ്സിലാണ് ഇത് ആ കുട്ടി കണ്ടെത്തിയത്. ഓക്കെ, സോ 4.17 മിനിറ്റിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. സോ ഷീ ഈസ് ദ യങ്ങസ്റ്റ് കിഡ് ടു ഐഡൻറ്റിഫൈ ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അലോങ് വിത്ത് ഇറ്റ്സ് നാഷണൽ ഫ്ലാഗ്. ഓക്കെ, സോ അതിനാണ് ആ കുട്ടിക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത്. ആൻഡ് സാൻസ്കൃതി സ്കൂൾ, ബുഖുമിലുള്ള സാൻസ്കൃതി സ്കൂളിലാണ് ആ കുട്ടി പഠിക്കുന്നത്. സോ ആ കുട്ടിയുടെ പേരൻസ് ആണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കുള്ള ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ സ്കൂൾ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the new chief guest announced for Republic Day 2021? ഓക്കെ, 2021 റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള ചീഫ് ഗസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബോറിസ് ജോൺസൺ പിൻവാങ്ങിയതിനെ തുടർന്ന് കൊറോണയുടെ ഈ ഒരു ജനിതക മാറ്റം വന്ന വൈറസ് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ബോറിസ് ജോൺസൺ പിൻവാങ്ങിയത്. സോ ആ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ചീഫ് ഗസ്റ്റ്, പുതിയ ചീഫ് ഗസ്റ്റ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള സൂരിനാമെ പ്രസിഡൻറ്റ്. ഓക്കെ, സൂരിനാമെ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ്. സോ അവിടുത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ചന്ദ്രിക പെർസാദ് സന്തോഖിയാണ് പുതിയ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള ചീഫ് ഗസ്റ്റ്. ഓക്കെ, സോ റീസെൻ്റ് ആയിട്ട് അദ്ദേഹമായിരുന്നു പ്രവാസി ഭാരതീയ ദിവസിനുള്ള ചീഫ് ഗസ്റ്റും. സോ ആ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം സൂരിനാമയിലേക്കുള്ള അല്ലെങ്കിൽ സൂരിനാമയിൽ നിന്നുള്ള വിസ പെർമിറ്റ്സ്, ഓക്കെ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിസ പെർമിറ്റ്സ് എൻഡ് ചെയ്യാനായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രീ ആക്സസ് ടു ഇന്ത്യൻ ഒറിജിൻസ് ടു സൂരിനാമെ ആൻഡ് സൂരിനാമെ ടു ഇന്ത്യ, അങ്ങനെ ഒരു ഫ്രീ ആക്സസ് വിസ ഫ്രീ പെർമിറ്റ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സൗത്ത് അമേരിക്കയിലുള്ള ഒരു രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു. സോ സൂരിനാമയുടെ ക്യാപിറ്റൽ ഈസ് പാസമാരിബോ. ഓക്കെ, പാസമാരിബോ. ഓക്കെ, സോ അവിടുത്തെ കറൻസി എന്ന് പറയുന്നത് സൂരിനാമെ ഡോളറാണ്. ആൻഡ് ദിസ് ചന്ദ്രിക പ്രസാദ് സന്തോഖി ഈസ് ദ 9th president of Suriname. Okay, so let's move to the next question. Which country's prime minister was awarded with പ്രവാസിയ ഭാരതീയ സമ്മാൻ? ഓക്കെ, ഞാൻ പറഞ്ഞു പ്രവാസി ഭാരതീയ ദിവസിൻ്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു നമ്മുടെ സൂരിനാമെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ചന്ദ്രിക പ്രസാദ് സന്തോഖി. സോ ഈ ഒരു ദിവസത്തിൽ നൽകിയിട്ടുള്ള സമ്മാനമാണ് പ്രവാസിയ ഭാരതീയ സമ്മാൻ എന്ന് പറയുന്നത്. സോ അത് ആർക്കാണ്, ഏത് ഫോറിൻ പ്രൈം മിനിസ്റ്റർക്കാണ് ലഭിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഇറ്റ് ഈസ് ന്യൂസിലൻഡ്. ഓക്കെ, ന്യൂസിലൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പ്രിയങ്ക രാധാകൃഷ്ണനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീ ഈസ് എമംഗ് ദ 4 മലയാളീസ്. 4 മലയാളികൾക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു പ്രിയങ്ക രാധാകൃഷ്ണൻ. ആൻഡ് ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള 26 പേർക്കാണ് അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിലും കൂർക്കാവോ പ്രൈം മിനിസ്റ്ററിനും സുരിനാമെ പ്രസിഡന്റിനും ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ നെറ്റ്സ് ദ ഫാസ്റ്റസ്റ്റ് ഗോൾ ഇൻ ഐ ലീഗിൽ ഏറ്റവും വേഗമേറിയ ഗോൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ താജിക്കിസ്ഥാൻ ഫോർവേഡ് ആയിട്ടുള്ള ഖോംറോൺ തുർസുമോവ്. ഓക്കെ, ഖോംറോൺ തുർസുമോവിനാണ് ഈ ഒരു റെക്കോർഡ് റീസെൻ്റ് ആയിട്ട് നേടിയത്. അതായത് 9ാമത്തെ സെക്കൻഡിൽ ഗോള് നേടിയതിനാണ് ഈ ഒരു ഫാസ്റ്റസ്റ്റ് ഗോൾ ഇൻ ദ ഐ ലീഗ്
എന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ട്രാവു എഫ് സിയുടെ പ്ലെയറാണ് അദ്ദേഹം. ഓക്കെ, ട്രാവു എഫ് സിയുടെ പ്ലെയറാണ് കുമ്രോൺ എന്ന് പറയുന്നത്. ആൻഡ് എഗെയിൻസ്റ്റ് റിയൽ കാശ്മീർ എഫ് സിക്ക് എതിരെയാണ് ഈ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കാത്സുമി യൂസയുടെ കാത്സുമി യൂസയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. ആൻഡ് കാത്സുമി യൂസയ്ക്ക് 13 സെക്കൻഡ്സിൻ്റെ റെക്കോർഡാണ് ഉണ്ടായിരുന്നത് എഗെയിൻസ്റ്റ് ചർച്ചിൽ ബ്രദേഴ്സ്. ഓക്കെ, സോ ആ ഒരു റെക്കോർഡാണ് കുമ്രോൺ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1000 ഐലൻഡ്സ് ഓഫ് ജാവ സീ റീസെൻ്റ്ലി ഇൻ ന്യൂസ് ഈസ് പാർട്ട് ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിലാണ് 1000 ഐലൻഡ്സ് ഉള്ളത്? റീസെൻ്റ് ആയിട്ട് ന്യൂസസിൽ ഇടം പിടിച്ചിട്ടുള്ള ജാവ സീയിലുള്ള 1000 ഐലൻഡ്സ് ഏത് രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് ഉള്ളത് എന്നുള്ളതാണ്, ഏത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യം ഞാൻ എന്താണ് ആ ന്യൂസിൽ ഉണ്ടാവാനുള്ള റീസൺ എന്ന് ഞാൻ പറയാം. ബിക്കോസ് റീസെൻ്റ് ആയിട്ട് അവിടെ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്ലെയിൻസിനെ തന്നെ വല്ലപ്പോഴുമാണ് അവർ ആ നാട്ടുകാർ കാണുന്നത്. ആൻഡ് മിക്കവാറും സ്ലീപ്പി ഐലൻഡ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഒരു ഐലൻഡ് പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ജനസാന്ദ്രത അല്ലെങ്കിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. സോ ആകെ ലാങ് കാങ് എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ദ ഐലൻഡ്സ് വളരെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ആയിട്ടാണ് ഉള്ളത്, അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. സോ അതിൽ ലാങ് കാങ് എന്ന് പറയുന്ന ഐലൻഡിൽ മാത്രമാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാരുള്ളത് ഫോർ ഫിഷിങ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അവർ വളരെ റെയറായിട്ടാണ് പ്ലെയിൻസ് വരെ കാണുന്നത്. സോ ഇത്രയും അടുത്ത് പ്ലെയിനിനെ കണ്ടൊരു സന്തോഷത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുന്നത്. ആൻഡ് അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആൻഡ് ശ്രീ വിജയ എയർ ഫ്ലൈറ്റ് 182 എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നത് ജാവ സീയിൽ. 62 പേരാണ് ബോർഡിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 പേരും ചിൽഡ്രൻസ് ആൻഡ് ബേബീസ് ആയിരുന്നു. സോ ബസർനാസ് എന്ന് പറയുന്ന ഇന്തോനേഷ്യയുടെ, ഓക്കെ, ദ ആൻസർ ഈസ് ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ് 1000 ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ 110 ഐലൻഡ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. 110 ഐലൻഡ്സ് ഉണ്ട്. സ്റ്റിൽ ദേ ആർ നോൺ ആസ് 1000 ഐലൻഡ്സ്. ആൻഡ് ജാവ സീയിൽ ജക്കാർത്തയുടെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഈ ഒരു ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജക്കാർത്തയുടെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഈ ഒരു ഐലൻഡ്സ് വരുന്നത് ജാവ സീയിൽ. സോ അവിടുത്തെ ഇന്തോനേഷ്യയുടെ നാഷണൽ റിസർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി ആയിട്ടുള്ള ബസർനാസ് ആണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ആൻഡ് ഈ 6 വർഷത്തിനിടയിൽ 3 പാസഞ്ചർ പ്ലെയിൻസ് ആണ് അവിടെ ക്രാഷ് ആയിട്ടുള്ളത്. സോ ജക്കാർത്തയിൽ നിന്ന് സിറ്റി ഓഫ് പോണ്ടിയാനക് ഐലൻഡ്സ് ഓഫ് ബോർണിയോ ഐലൻഡ്സിലെ പോണ്ടിയാനക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ മോസ്റ്റ്ലി ഈ ഒരു ഐലൻഡ് ഫുള്ളി സ്ലീപ്പി ഐലൻഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അവിടെ ആകെക്കൂടെ കുറച്ചും കൂടുതൽ പീപ്പിൾസ് ഉള്ളത് ലാങ്കാങ് എന്ന് പറയുന്നതാണ്. അവിടെ ഭയങ്കര 1 സ്റ്റോറി ബിൽഡിംഗ് ആണ് അവർ താമസിക്കുന്ന. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസസ് ഒക്കെ ഉള്ള ഒരു ഐലൻഡാണ്. ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ ഫ്രീക്വൻ്റ്ലി ഹിറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡാണ്. എന്നിരുന്നാൽ കൂടി അവിടുത്തെ ആ ഒരു ആംബിയൻസും അവിടുത്തെ നേച്ചറും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ബനാന ട്രീസ്, കോക്കനട്ട് എന്ന് പറയുന്ന ട്രീസിൻ്റെയൊക്കെ ആ ഒരു ഐലൻഡിൻ്റെയൊക്കെ 100 ഫീറ്റ് അവേ ആയിട്ടാണ് ഈ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ഇന്തോനേഷ്യ. ദിസ് 1000 ഐലൻഡ്സ് ഈസ് ഇൻ ഇന്തോനേഷ്യ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where did first ice climbing festival celebrated in India? Okay, first ever ice climbing festival ആണ് നടന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ നൂബ്ര വാലി. ഓക്കെ, നൂബ്ര വാലിയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ലേഹ്. ഓക്കെ, ലേഹിലാണ് ഈ ഒരു ഐസ് ക്ലൈംബിംഗ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ 7-day ഇവൻറ്റ്. 7 ദിവസത്തെ ഇവൻ്റ് ആയിരുന്നു. നൂബ്ര അഡ്വഞ്ചർ ക്ലബ്ബാണ് ഈ ഒരു ഇവൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മൊത്തം 18 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 4 were വിമൻസ്, 4 സ്ത്രീകളും ഉണ്ടായിരുന്നു, 18 പേരുണ്ടായിരുന്നതിൽ. ആൻഡ് ഇവർക്ക് 3 സെൻറ്റേഴ്സിലൊക്കെ ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്ലൈംബിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇറ്റ്സ് അവിടുത്തെ ഈ ഒരു ഓർഗനൈസിങ് ടീം പറഞ്ഞത് ദിസ് വിൽ ബി എ ഹ്യൂജ് ക്ലൈംബിംഗ് സ്പോട്ട്. ഇതൊരു ക്യാപിറ്റൽ ക്ലൈംബിംഗ് സ്പോട്ടായിട്ട് തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ
അട്രാക്റ്റിംഗ് ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫോറിനേഴ്സിനെ വിൻ്റർ ടൂറിസത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലൈമ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത്. മെയിൻലി ഇത് യൂറോപ്യൻ നേഷൻസിലാണ് ഈ ഒരു ഐസ് ക്ലൈമ്പിംഗ് ഫെസ്റ്റിവൽ, ഐസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് ഒക്കെ നടത്താറ്. സോ അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലേഹിൽ നൂബ്ര വാലിയിൽ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത് എന്ന് ഓർഗനൈസിംഗ് ടീം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Thai Pongal, a traditional festival celebrated in India, was on. എവിടെയാണ് ഇത്? ഇന്ത്യയുടെ ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് പൊങ്കൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു പേരിലാണ് ലോഹ്റ എന്ന പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. സോ ഈ തൈ പൊങ്കൽ എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യെസ്, ഇറ്റ് ഈസ് ഇൻ January 14. മെയിൻലി ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് സൗത്തിലാണ്, മീൻസ് സൗത്തിലെ തമിഴ്നാടുവിലാണ് തൈപ്പൊങ്കൽ എന്ന് പറയുന്നത്. 4 ഡേ ഫെസ്റ്റിവലാണ്. അതിൽ സെക്കൻഡ് ഡേ ആണ് തൈപ്പൊങ്കൽ വരുന്നത്. പൊങ്കൽ എന്നാണ് ടോട്ടലി അറിയപ്പെടുന്നത്. ആൻഡ് ഫസ്റ്റ് ഡേ ഇതിൻ്റെ ബോധി പണ്ടികയാണ്. ഓക്കെ, ഭോഗി പണ്ടിക. സോ എന്താണ് ഭോഗി പണ്ടിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടുകളൊക്കെ അവർ വൃത്തിയാക്കി നല്ല വേസ്റ്റ് അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഭോഗി പണ്ടികയിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് ഡേ ആണ് തൈപ്പൊങ്കൽ വരുന്നത്. ഹാർവെസ്റ്റ് സീസണിനെ ഒന്ന് കോമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ റൈസൊക്കെ ഇട്ടിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, റൈസൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് ഇത് പൊങ്ങി വരുമ്പം ആണ് ഈ ഒരു ഫെസ്റ്റിവൽ ശരിക്കും അങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നത്. ഓക്കെ, സോ തൈപ്പൊങ്കൽ ഈസ് എ നാഷണൽ ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ ആൻഡ് സെലിബ്രേറ്റഡ് ഫ്രം January 14. ഓക്കെ, January 14 to 17 ആണ് ഈ ഒരു ഫെസ്റ്റിവൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഫ്ലൈറ്റ് കമ്പനി ടു ഓപ്പറേറ്റ് ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് വിത്ത് ഓൾ വിമൻ ക്രൂ മെമ്പേഴ്സ്. യെസ്, എല്ലാ ക്രൂ മെമ്പേഴ്സും വിമൻസ് ആയിക്കൊണ്ട് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് സർവീസ് റീസെൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ലോങ്ങസ്റ്റ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് സർവീസ് നടന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 17 hours ആയിരുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ. സോ അത് ഏത് ഫ്ലൈറ്റ് കമ്പനിയാണ് ഈ ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ റീസെൻ്റ് ആയിട്ട് റോബോട്ടിക്സിനെ വെച്ച് ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ഫേമസ് ആയി വന്നതായിരുന്നു. സോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊൻതൂവൽ എന്ന പോലെ ഈ ഒരു ഓപ്പറേഷനും കൂടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ ക്രൂ മെമ്പേഴ്സും വിമൻസ് ആയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫ്രം സാൻ ഫ്രാൻസിസ്കോ ടു ബംഗളൂരു. സാൻ ഫ്രാൻസിസ്കോ ടു ബംഗളൂരു വരെയാണ് ഈ ഒരു ഫ്ലൈറ്റ് സർവീസ് നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബോയിങ് 777-200 LR എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് അവർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്യാപ്റ്റൻ ഇൻ ലീഡ് എന്ന് പറയുന്നത് സോയ അഗർവാളാണ്. ആൻഡ് അലോങ് വിത്ത് ക്യാപ്റ്റൻ പപ്പഗാരി തന്മയ്. ഓക്കെ, പപ്പഗാരി തന്മയും അതുപോലെ തന്നെ സോയ അഗർവാളും ആയിരുന്നു ക്യാപ്റ്റൻസ്. സോ ഓൾ ക്രൂ മെമ്പേഴ്സ് വർ വിമൻ. സോ അതാണ് സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിംസ് ദ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ഫോർ അപ്കമിംഗ് ബൈഡൻ ഗവൺമെൻറ്. വരുന്ന ബൈഡൻ ഗവൺമെൻറ്റിലേക്കുള്ള ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ റീസെൻ്റ് ആയിട്ട് ഒത്തിരി അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ബൈഡൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. സോ ആ നിരയിൽ അടുത്തത് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള സബ്രീന സിംഗ് ആണ് റീസെൻ്റ് ആയിട്ട് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ആയിട്ട് നിയമിതയായിട്ടുള്ളത്. ആൻഡ് ഷീ വാസ് ഓൾസോ പ്രസ് സെക്രട്ടറി ടു വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇൻ ബൈഡൻ ഹാരിസ് ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള പ്രസ് സെക്രട്ടറി ആയിരുന്നു. ആൻഡ് ഓൾസോ ഷീ വാസ് ഇൻ ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫോർ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി. ഓക്കെ, ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ആയിരുന്നു. ആൻഡ് ഓൾസോ ഷീ വാസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ അമേരിക്കൻ Bridges Trump War Room. Okay, so let's move on to the next question and final question. Recently, which ministry issued a notification to facilitate IDP for Indian citizens? What is IDP? IDP എന്ന് പറയുന്നത് International Driving Permit ആണ്. And it is also referred to as International Driving License. So അത് ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യെസ്, ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഇന്ത്യൻ സിറ്റിസൻസിന് ഇത് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇത് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഓവർസീസ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണമെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് വരണം. സോ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, വാലിഡ് ആയിട്ടുള്ള വിസ വേണം എന്നൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇന്ത്യയിൽ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു. ബട്ട് നൗ ദേ ക്യാൻ ആക്സസ് ഇറ്റ്
ത്രൂ ദ പോർട്ടൽ എംബസീസ് അല്ലെങ്കിൽ മറ്റ് മിഷൻസ് വഴി അവർക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിന്ന് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റോ വാലിഡ് ആയിട്ടുള്ള വിസയോ ഒന്നും ആവശ്യമില്ല. ആൻഡ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നത് January 7th 2021 അബ്രോഡിലാണെങ്കിലും അവർക്ക് റിന്യൂ ചെയ്യാം ഇൻ്റർനാഷണൽ ലൈസൻസ്. ആൻഡ് അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ വാഹൻ പോർട്ടൽ വഴി അതത് ഓഫീസസിലേക്ക് എത്തിക്കും. സോ അതുവഴി അവർക്ക് പുതുക്കാം എന്നുള്ളതാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി CP റിസ്വാൻ. UAE ടീമിന് വേണ്ടിയാണ് റിസ്വാൻ്റെ ഈ നേട്ടം. ഓക്കെ, ഇതിനു മുൻപ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത് ഏകദിന ക്രിക്കറ്റിൻ്റെ ആണ്. ആൻഡ് അതിനു മുൻപ് നേടിയത് കരുൺ നായർ ആയിരുന്നു. ഓക്കെ, വേറൊരു ഫോർമാറ്റിൽ നേടിയത് കരുൺ നായർ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ നേടിയത് CP റിസ്വാൻ ആണ്. ആൻഡ് ഫോർ UAE ക്രിക്കറ്റ്. ഓക്കെ, UAE ടീമിന് വേണ്ടിയിട്ടാണ് നേടിയിട്ടുള്ളത്. ആൻഡ് കേരള സർക്കാർ രൂപീകരിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായി ചലച്ചിത്ര താരം ടൊവിനോ തോമസ്. യെസ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ കൂടുതൽ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി.